മറ്റൊരു വാർത്ത, സിം കാർഡുകളുടെ എണ്ണം നിയന്ത്രിക്കുന്ന പുതിയ ടെലികോം നയം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 9 സിം കാർഡുകളിൽ കൂടുതൽ ഉപയോഗിച്ചാൽ 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ലഭിച്ചേക്കാം. ആദ്യ ചട്ടലംഘനത്തിന് 50,000 രൂപയും ആവർത്തിക്കും തോറും 2 ലക്ഷം രൂപയും പിഴ ഈടാക്കും. അനുമതിയില്ലാതെ മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സിം എടുത്താൽ 3 വർഷം തടവോ 50 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ. നെടുമ്പാശ്ശേരി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട അതിന്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ്. കാരണം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുകയാണ് നമ്മുടെ കേരളം കേന്ദ്രീകരിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിലായ ടാൻസാനിയൻ സ്വദേശിനി വൈറോണിക്ക റിമാൻഡിലാണ്. അങ്കമാലി കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഇന്നലെ വൈറോണിക്കയിൽ നിന്ന് കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുത്തിരുന്നു. 2 കിലോ കൊക്കൈൻ ഗുളികകളാണ് ഇവരിൽ നിന്ന് മാത്രം കണ്ടെടുത്തത്. ആജ്ഞ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഈ 2 പേരാണ് അറസ്റ്റിലായത്. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലാണ് ഇവർ ഈ കൊക്കൈനൊക്കെ വിഴുങ്ങി അതിനുശേഷം അത് പുറത്തെടുക്കുന്ന സംവിധാനമൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ കസ്റ്റംസിന്റെയും മറ്റും? രഞ്ജിത്ത്, ഈ വെറോണിക്കയെ കഴിഞ്ഞ ഒരാഴ്ച ആശുപത്രിയിൽ തന്നെ ആയിരുന്നു. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ മറ്റൊരു രോഗാവസ്ഥയിൽ കൂടി ആയിരുന്നതിനാൽ അത്ര പെട്ടെന്ന് വിഴുങ്ങിയ ഗുളികകൾ പുറത്തെടുക്കുക അത്ര സ്മൂത്ത് ആയിരുന്നില്ല. അത് ആ നടപടിക്രമങ്ങൾ മാത്രമല്ല, അതിന് അവർ മറ്റൊരു രോഗത്തിന് ചികിത്സയിലായിരുന്നാൽ വളരെ സാവകാശം മാത്രമേ മറ്റു പ്രൊസീജിയറിലേക്ക് കടക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിരുന്നത്. എന്തായാലും DRIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഈ മെക്സിക്കൻ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ പിടികൂടിയത്. എത്യോപ്യൻ സ്വദേശികളായ ഒമരി ജാങ്കോയും വെറോണിക്കയും ആയിരുന്നു പിടിയിലായത്. അതേസമയം ഒമരി നേരത്തെ വിഴുങ്ങിയ 1 കിലോ 2 കിലോയുടെ അടുപ്പിച്ചുള്ള ഈ കൊക്കൈൻ ഗുളികകൾ വളരെ വേഗം പോലീസ് പുറത്തെടുത്തിരുന്നു. അദ്ദേഹം അറസ്റ്റിലുമാണ്, അദ്ദേഹം റിമാൻഡിലുമാണ്. ഇന്നലെയാണ് വെറോണിക്കയെ റിമാൻഡ് ചെയ്തത്. മാത്രമല്ല കസ്റ്റഡിയിലേക്ക് കിട്ടാനുള്ള അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 7 വർഷമായി നെടുമ്പാശ്ശേരി വഴി കേരളം വഴി അല്ലെങ്കിൽ കേരളത്തിന്റെ വിമാനത്താവളം വഴി കടത്തിയ കൊക്കൈന്റെ അളവ് ഏകദേശം 100 കോടിക്ക് മേലെയാണ് എന്നാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ 2022 ഡിസംബറിലാണ് ഏകദേശം 30 കോടി രൂപയോളം വില വരിക്കുന്ന കൊക്കൈനുമായി മറ്റൊരു എത്യോപ്യൻ സ്വദേശി പിടിയിലായിരുന്നത്. മാത്രമല്ല എത്യോപ്യയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇത്തരത്തിൽ ലഹരി കടത്തുകയും അത് ഇന്ത്യയിലേക്ക് എത്തുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം, അല്ലെങ്കിൽ അത് അധികം ഒരു ചെക്കിംഗ് ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് പിന്നെ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പോകുന്ന ആഭ്യന്തര ടിക്കറ്റുകളിൽ പോകുന്ന ഒരു പ്രവണതയായിരുന്നു കണ്ടുവരുന്നത്. 8 കേസുകളാണ് 7 വർഷത്തിനുള്ളിൽ ഈ കൊക്കൈൻ കേസിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും വെറോണിക്കയുടെ വയറ്റിൽ നിന്ന് ഗുളികകളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. സാവകാശം പഴവർഗ്ഗങ്ങൾ നൽകി വയറിളക്കിയാണ് അതിന്റെ പ്രൊസീജിയർ പൂർത്തിയാക്കിയത്. എന്തായാലും അവരെ കസ്റ്റഡിയിലേക്ക് കിട്ടാനുള്ള അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്.